ശ്രീ ഗോപകുമാർ, നമ്മൾ സമീപ സമയത്ത് കണ്ട ഒരു പാർട്ടിയാണ്, ഡിജിറ്റൽ പാർട്ടിയാണ് അല്ലേ, പാറ്റ പാർട്ടി. പെട്ടെന്ന് മുളച്ചു വന്ന ഒന്നാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താൻ കഴിയുമോ? ഇപ്പോൾ അവർ ആദ്യ ഉന്നം വെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, ധർമ്മേന്ദ്രയാണ്. അതിലൂടെ വലിയ എന്തെങ്കിലും ചലനം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുമോ? അതായത് ഇത് പിന്നെ അഭിഷേക് ദീപക് എന്നാണല്ലോ ഈ ചെറുപ്പക്കാരൻ്റെ പേര്. അദ്ദേഹം തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി, അത് സി ജെ പി കോക്രോച്ച് എന്നെന്തോ ഒരു പ്രയോഗം ചീഫ് ജസ്റ്റിസ് പിന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ചീഫ് ജസ്റ്റിസ് അത് തിരുത്തുകയും ചെയ്തു. അപ്പോൾ തിരുത്തുകയല്ല, അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞ് തിരുത്തുകയല്ല. അപ്പോൾ അതേ പിടിച്ചാണ് ഇത് തുടങ്ങുന്നത്. ഇത് വലിയൊരു മൂവ്മെൻ്റായിട്ട് മാറി. അത് താങ്കൾ ശ്രദ്ധിച്ച് നോക്കിയാലേ സി ജെ പി മറ്റൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഒരു ആക്ഷേപഹാസ്യ പരിപാടിയാണ് തുടങ്ങുന്നത്. അത് കാട്ടുതീ പോലെ വളരെ വ്യാപകമാകുന്നു. അത് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ പെട്ടെന്ന് പറന്നിറങ്ങുന്നു, പടർന്ന് പിടിക്കുന്നു. ഇതൊക്കെ ആകസ്മികമായി സംഭവിച്ച കാര്യമാണ്. അതിന് തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടോ? ഇല്ല. വളരെ ക്ലിയറാണ്. ഇത് ഏതോ ചില ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഈ ചെറുപ്പക്കാരനെ ഉപയോഗിച്ച് രാജ്യത്ത് ഒരു വിഘടനവാദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ബോധപൂർവമായൊരു ശ്രമമാണ്. അവർക്കൊരു മാധ്യമമായിട്ട് കിട്ടിയത് ഈ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ വളരെ സ്വാധീനമുണ്ടല്ലോ നമ്മുടെ കേരളത്തിലല്ല, ലോകത്ത് മുഴുവൻ. പഴയ നിർഭയ അറിയാമല്ലോ, ആ കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഇതൊന്നുമില്ലാതെ ആളുകൾ ദില്ലിയിൽ തടിച്ചു കൂടി. അപ്പം അത് വരും, അതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള അവസരങ്ങളുമുണ്ട്. അതൊരു പരിധിവരെ നല്ലതുമാണ്. അതല്ലെങ്കിൽ കേരളത്തിലെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിൽക്കും. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നിൽക്കും. ഈ പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും എല്ലാം വിലയ്ക്ക് വാങ്ങിക്കാവുന്നതാണ്. വില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വില മീനിൻ്റെ വില പോലെ തന്നെ. നമ്മൾ നെയ്മീന് കിട്ടുന്ന വിലയല്ലല്ലോ മത്തിക്കുള്ളത്, അതിനല്ലല്ലോ പരവായിക്കുള്ളത് എന്ന് പറഞ്ഞ പോലെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ എല്ലാത്തിനും വിലയുണ്ട്. വില കൊടുത്താൽ വാങ്ങിക്കാൻ കഴിയാത്ത ഒരു ദൃശ്യമാധ്യമവും കേരളത്തിലില്ല. ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനും കേരളത്തിലില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത്, അപൂർവമായി ചിലരുണ്ട്. അത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അത്യപൂർവമായിട്ട് ചിലരുണ്ട്. വില കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കാത്തവരുണ്ട്, ധീരന്മാരായ ആളുകളുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാം, അത് പറയേണ്ടത്. പത്രമാധ്യമങ്ങൾ മുഴുവൻ മാർക്കറ്റിങ്ങിനെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്. ആടുമാഞ്ചിയെ പരസ്യം കൊടുത്ത് ആ തട്ടിപ്പിനെ കുറിച്ച് അവർ കൊടുത്തു. പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ നടക്കുന്ന ക്രൂരതയെക്കുറിച്ച് ഇവർ വാർത്ത കൊടുക്കും. റിയൽ എസ്റ്റേറ്റുകാരൻ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് ഇവർ വാർത്ത കൊടുക്കും. ഇതൊന്നും ഇവർ വാർത്ത കൊടുക്കത്തില്ല. സ്വർണ്ണത്തട്ടിപ്പിനെക്കുറിച്ച് കൊടുക്കും. അൽ മുക്താദിൻ എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറി എത്ര കോടി രൂപയാണ് മലയാളികളെ കളിപ്പിച്ചുകൊണ്ട് പോയത്. ഏതെങ്കിലും പത്രം, ഏതെങ്കിലും ദൃശ്യമാധ്യമം അത് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആദ്യം ജനങ്ങളിലേക്ക് എത്തുക, അവിടുന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് നടന്നത്. പക്ഷെ അത് ദയനീയമായിട്ട് പൊളിഞ്ഞുപോയി. അതിൻ്റെ കാരണം ഈ അഭിഷേക് ദീപക് ധരിച്ചു വെച്ചിരുന്നത് അയാളിവിടെ വന്നിറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അയാളെ പിന്നെ സ്വീകരിക്കാനായിട്ട് കാണുമെന്നും സ്വാഭാവികമായും നമ്മുടെ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് ധരിച്ചിരുന്നത്. ഇയാളവിടെ മീറ്റിംഗ് കൂടുമെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം പ്രതീക്ഷിച്ചതേ അല്ല നടന്നത്. അഭിഷേക് ദീപക് ഇവിടെ ഇറങ്ങിയപ്പോൾ വളരെ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് കിട്ടിയത്. എന്താ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് മീറ്റിംഗ് കൂടണം. കൂടിക്കുമെന്ന് പറഞ്ഞു. സാധാരണ 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണ്ട. എപ്പോഴാണ് കൂടേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പോൾ കൂടണം, ഇപ്പോൾ തന്നെ കുടിക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് കൂടേണ്ടത്? അത് ജന്തർ മന്ദറിലോ അവിടെ തന്നെ കുടിക്കോളാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ എത്ര പൂർ പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് ഈ പിന്നെ അരാജകവാദികളുണ്ടല്ലോ, ഈ പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവിടെ കുറേ SFIക്കാരും ASFക്കാരും ഈ തമ്പാറ് പഠിച്ച് പാട്ടും പാടി അവിടെയൊക്കെ നടന്നു എന്നുള്ളതല്ലാതെ അതിലെത്രണ്ണം കഞ്ചാവ് അടിച്ചു വന്നതെന്ന് നമുക്കറിയത്തില്ല. ഇത് വളരെ മയക്കുമരുന്നിനൊക്കെ സ്വാധീനിക്കപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇവരെല്ലാം കൂടെ അവിടെ കൂടിയിരുന്ന് ഇയാളൊരു പ്രഖ്യാപനമൊക്കെ നടത്തി അങ്ങ് പോയി എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊന്നും ഇന്ത്യയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയുണ്ടത് നരേന്ദ്രമോദി അല്ലത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി. ഇത്രയും മോശം ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. വിദ്യാഭ്യാസ മന്ത്രിമാർ വളരെ പ്രഗത്ഭരാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിലെ പുനഃസംഘടന വരെ കാത്തിരിക്കുകയത്. ആ മനുഷ്യൻ്റെ പിടിപ്പുകേട് പരിശോധിച്ച് നോക്കിയാൽ
ആ നിമിഷം പുറത്താക്കണം. ഞാൻ പറയാവുന്ന അടിച്ചു പുറത്താക്കണം, അതാ ചെയ്യേണ്ടത്. ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ആദ്യം UGC കൈവച്ച് UGC മുഴുവൻ കുളമാക്കി. ഞാൻ വളരെ പ്രമുഖനായ ഒരു BJP MP കേരളത്തിൽ നിന്നുള്ള MP അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞു, ഈ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഇൻകേപ്പബിളാണ്, അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരിന് ദോഷം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിച്ചു. അങ്ങനെയല്ല, ധർമ്മേന്ദ്ര പ്രധാൻ വളരെ സമർത്ഥനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിയോജിപ്പ് പറഞ്ഞു, അങ്ങനെയല്ല, വളരെ ഒട്ടും ശരിയല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിന് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കാൻ അറിയില്ല, അതിനുള്ള ഒരു അക്കാഡമിക് ലെവൽ അദ്ദേഹത്തിനില്ല, അതിൻ്റെ ഡെപ്ത് അദ്ദേഹത്തിൻ്റെ നോളജിനില്ല. ഇന്ത്യയിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വകുപ്പല്ലേ, അത് കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെ അസാധാരണമായ ഒരു അക്കാഡമിഷ്യൻ, നല്ല കഴിവുള്ള അക്കാഡമിഷ്യൻ അവിടെ ഇരിക്കേണ്ടതിന് പകരം ഇത്തരം ഒരാളിനെ പിടിച്ചവിടെ വെച്ചാൽ വളരെ മോശമായ പ്രതികരണമല്ലേ കിട്ടുള്ളൂ. ആദ്യം സ്മൃതി ഇറാനിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും സ്മൃതി ഇറാനിയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. പിന്നെന്തായാലും അവരെ ആ തെറ്റിദ്ധരുത്തി അവരെ അവിടെ നിന്നും മാറ്റിയെടുത്തു. ധർമ്മേന്ദ്ര പ്രധാൻ സ്മൃതി ഇറാനിയെക്കാട്ടി ഒരു 4 പടി താഴെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അഭിഷേക് ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് വരാനും ദില്ലിയിൽ അത്ര ഒരു സമ്മേളനം നടത്താനും വഴി തെളിച്ചത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അപമാനിതനായി അപ്രസക്തനായി ഈ അഭിഷേക് ദീപകിന് ഇവിടുന്ന് മടങ്ങി പോകേണ്ടി വന്നേനെയും. എന്തിനാണ് ജന്തർ മന്ദർ കൂടുന്നത്? ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ എനിക്ക് തോന്നുന്നു ഈ നീറ്റ് പരീക്ഷ പേരൻസിൻ്റെ മുഴുവൻ പിന്തുണയും കൂടെ ഇവർക്ക് കിട്ടിപ്പോയി എന്നുള്ളതാണ് അല്ലേ? അല്ല, പേരൻസിൻ്റെ മാത്രമല്ല, കുട്ടികളുടെയും നമ്മുടെയൊക്കെ പിന്തുണയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി അവൻ മുഴുവൻ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോദിക്കുക, CBSE പരീക്ഷയുടെ ചോദ്യപേപ്പർ അത് റദ്ദ് ചെയ്യുക, വേറെ ആരെൻ്റെയൊക്കെ ഏൽപ്പിക്കുക. ഈ കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു വന്നത്, വളരെ പിടിപ്പുകെട്ട ഒരു മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും യോജിച്ചൊരു വകുപ്പല്ല ഇത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയാകാൻ തന്നെ യോഗ്യനാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു ക്യാബിനറ്റ് മന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരിക്കും. അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയാൽ നമ്മുടെ ജന്തർ മന്ദറിൽ ചെന്നാൽ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ കാത്തുന്നെങ്കിലേ ഉള്ളൂ. അല്ല, അവിടെ ഒന്നും മനുഷ്യരൊന്നും വരത്തില്ല, എന്നെ വരാനുള്ള കാരണമില്ലല്ലോ. ഇന്ത്യയിലെ ഒരു പൊതുസ്ഥിതി എടുത്താൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ സംഘടിച്ച് തെരുവിലിറങ്ങത്തക്ക വിധത്തിലൊരു സാഹചര്യമില്ല. ഇപ്പം സാഹചര്യം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ പൗരത്വ നിയമം വന്നപ്പോഴേ മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെല്ലാം തെരുവിലിറക്കിയില്ലേ? മുസ്ലിങ്ങളെ എത്ര തെറ്റിദ്ധരിപ്പിച്ചു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരുന്നു. വളരെ എൻ്റെ കൂട്ടുണ്ടായിരുന്ന വളരെ ഉന്നത പദവി ഉപയോഗിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, സാർ എന്താ ഈ പറയുന്നത്? അല്ല സാറേ, ദേശീയ പൗരത്വ നിയമം വന്നാൽ പിന്നെ നമുക്കിവിടെ വോട്ടവകാശമില്ല, പിന്നെ വോട്ടവകാശമില്ലാത്ത രാജ്യത്ത് ജീവിക്കാനും അവർ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ദേശീയ പൗരത്വ നിയമം വന്ന ആർക്കാ എന്താ കുഴപ്പം? എന്താ ഉള്ളത്? ഒരു കുഴപ്പമില്ലല്ലോ. SIR വന്നു എന്നാണ് കുഴപ്പം. SIR വന്നപ്പം 1 കോടി അടുത്തൊക്കെ അധികമുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാർ പോകേണ്ടി വന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ലല്ലോ. SIR വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ത്യക്കാരൻ ഏതെങ്കിലും ഒരുത്തന് വല്ല കുഴപ്പവും പറ്റിയോ? ഒന്നും കുഴപ്പം പറ്റിയില്ല. ഇത്തരം ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിച്ചു. കർഷക പ്രക്ഷോഭം, ശരിക്കും പറഞ്ഞാൽ കർഷക ബില്ല് കൊണ്ടുവന്ന് തന്നെ കർഷകർക്ക് പ്രയോജനമായിരുന്നു. അപ്പം ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെരുവിലിറക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു തെരുവിൽ വീണ്ടും ഇവരെ ഇറക്കാമെന്നും ചെറുപ്പക്കാരെ, അതായത് ഒരു പാർട്ടിയിലും ഇല്ലാത്ത അല്ലെങ്കിൽ BJP ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് കൊണ്ടുവരാമെന്നുമാണ് ഈ അഭിഷേക് ദീപക് കരുതിയതും അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്ത ആളുകൾ കരുതിയത്. അതിൻ്റെ ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എന്താണ് അവരുടെ ഫിലോസഫി? എന്ത് ഫിലോസഫിയിലാണ് അവർ നിൽക്കുന്നത്? ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണം എന്നുള്ള ഒറ്റ ആശയമാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങ് മാറി കഴിയുമ്പോൾ പ്രശ്നം തീർന്നില്ലേ? അതിനപ്പുറത്ത് പ്രശ്നമാണുള്ളത്. അപ്പോൾ അത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ ബോധപൂർവം ചില വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക, അവർ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗം. അമേരിക്ക എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? അവരെന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. അവർ മാവോവാദികളെ ഉപയോഗിക്കുന്നുണ്ട്. മാവോവാദികളുടെ പിന്നിലും അമേരിക്കയാണ്. ഇവാഞ്ചലിസ്റ്റുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഇവാഞ്ചലിസ്റ്റുകൾ എത്ര പത്രപ്രവർത്തകരുണ്ടെന്നറിയാം ഇവാഞ്ചലിസ്റ്റുകളിലൂടെ? നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിലെ അമേരിക്കൻ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ അസ്ഥിരമാക്കാൻ തീരുമാനമെടുത്ത വളരെ മതമൗലികവാദി എന്ന് പറഞ്ഞാൽ എല്ലാം മുസ്ലിമിനെ അങ്ങ് ബ്രാൻഡ് ചെയ്യും. അങ്ങനെ ഒരു പേരുദോഷം അവർക്കുണ്ട്. എന്തൊരു വിട്ടിത്തമാണത്! എത്ര ദേശീയ ബോധമുള്ള മുസ്ലിങ്ങൾ നമുക്കുണ്ട്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര രംഗത്ത് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ പോലും ദേശീയവാദിയുടെ പേര് പറയൂ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഉൾപ്പെടുത്തി.
അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഒരു ദേശീയ നിലപാടുണ്ടായിരുന്ന ഒരു നേതാവ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കാലത്തിൽ അദ്ദേഹം മരിച്ചുപോയി, അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പം തീവ്രവാദം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ മാത്രം അങ്ങ് ബ്രാൻഡ് ചെയ്യുന്നത് ശരിയല്ല. ഇവാഞ്ചലിസ്റ്റുകളുടെയിലെ തീവ്രവാദം അവരൊരു കൾച്ചറൽ ഇൻവേഷനാണ് നടക്കുന്നത്, ഒരു സാംസ്കാരിക അധിനിവേശമാണ് നടക്കുന്നത്. ഒരിക്കലും ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൾച്ചറൽ ഇൻവേഷൻ നടക്കുന്നില്ല, സാംസ്കാരിക അധിനിവേശം നടത്തുന്നില്ല. അത് വേറെ വിഷയമായിട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഈ കോക്രോച്ച് പാർട്ടിയിലേക്ക് വന്നാൽ, ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നടത്തുന്നത്, അവർക്ക് സാംസ്കാരികമായ അധിനിവേശം നടത്താൻ പറ്റില്ല. രാഷ്ട്രീയമായി ഒരു 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 ഇൻവേഷൻ നടത്തത്തക്ക വിധത്തിൽ സ്പേസ് അവർക്കില്ല. ഇവിടെ രാഹുൽ ഗാന്ധി പെട്ടുകിടക്കുക, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തേജസ്വി യാദവ് എന്ന് പറയുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അഖിലേഷ് യാദവ് അനാഥമായിട്ടാണ് യു പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇപ്പോൾ യു പിയിൽ ഇപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ നടക്കുന്നതോടുകൂടി ആ പാർട്ടിയുടെ കഥ കഴിയും. ഇപ്പോൾ ഉടനെ കട്ടിങ് സൗത്തും കൊണ്ട് ഇറങ്ങിയാനില്ലയോ സ്റ്റാലിന്, ഒരു തുന്നമ്പാടി വീട്ടിലിരിക്കില്ലേ. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്കൊരു പൊതുധാരയുണ്ട്. ആ ധാരയെ തകർക്കാൻ ശ്രമിച്ചവരൊക്കെ ഇന്ന് കരയ്ക്ക് കയറി നിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് അഭിഷേക് ദീപക് എന്ന് പറഞ്ഞ ഒരാൾ സോഷ്യൽ മീഡിയയുടെ ഒരു സ്പേസിലൂടെ വന്ന് ഇന്ത്യക്കാരെ സംഘടിപ്പിക്കത്തക്ക വിധത്തിലൊരു രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ഇന്ത്യയിലില്ല. അതുകൊണ്ട് അഭിഷേക് ദീപകിൻ്റെ ഈ പാർട്ടി ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. അത് ഒരു മാസത്തിനകം ഇതില്ലാതായിപ്പോളൂ. ധർമ്മേന്ദ്ര പ്രധാനൻ്റെ പുനഃസംഘടിപ്പിക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ തീരുമാനിച്ചാൽ, മാറ്റിയില്ലെങ്കിൽ പിന്നെയും സ്പേസ് ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് സ്പേസ് ഉണ്ട്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ അക്ഷന്തവ്യമായ അപരാധം ചെയ്തൊരു മന്ത്രിയാണ്, ഒരു ഇൻകേപ്പബിൾ മിനിസ്റ്ററാണ്, ഒരു ഇൻഎഫിഷ്യൻറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തെ മാറ്റേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഉള്ളൂ ഇവരുടെ ഒരു സ്പേസ്. അതിനപ്പുറം ഈ പാർട്ടിക്ക് ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കും, ഇന്നലെയും നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്, നാളെ നടക്കുകയും ചെയ്യും. പക്ഷെ അതൊന്നും സുശക്തമായൊരു ഗവൺമെൻറ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ തൊടാൻ, അതിനെ മുറിവേൽപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ ടാർണിഷ് ചെയ്യാൻ ഇതൊന്നും കൊണ്ട് പറ്റില്ല. കാരണം ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നിടത്തോളം കാലം പാറ്റായിക്കും ഓന്തിനും പഴുതാരയ്ക്കും ഒന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്ന വഴിയെ പോകും എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.